നമസ്കാരം. വിവാദത്തിന് വഴിതെളിച്ച മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും തെരഞ്ഞെടുപ്പ് ബില്ലിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നേരത്തെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുത്തതെന്നും സുപ്രീം കോർട്ടിന്റെ ഇടപെടാനുണ്ടായ സാഹചര്യവും അതേ തുടർന്ന് സുപ്രീം കോർട്ടിന്റെ വിധിയും പിന്നീട് പാസ്സായ ബില്ലും പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിവാദമായതെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതുമായ സ്ഥാപനമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഭരണഘടന പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റിനോടും ചായ്വില്ലാതെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും തിരഞ്ഞെടുപ്പും അവരുടെ സർവീസിന്റെ കാലാവധിയും നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം അവരുടെ സർവീസിന്റെ കാലാവധിയും നിശ്ചയിക്കുന്നതും പ്രസിഡന്റ് ആണെന്ന് ആർട്ടിക്കിൾ 324 പ്രതിപാദിക്കുന്നു. 1950 മുതൽ 15 ഒക്ടോബർ 1989 വരെ സിംഗിൾ മെമ്പർ ആയിരുന്നു. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. അതിനുശേഷം 1989 1990 കാലഘട്ടത്തിൽ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സായി. അതായത് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള വയസ്സ് കുറഞ്ഞതുകൊണ്ട് പോപ്പുലേഷൻ കൂടുകയും വർക്ക് ലോഡ് കൂടുതലും ആയതുകൊണ്ടാണ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തത്. അതിനുശേഷം 1990 തൊട്ട് ഒക്ടോബർ 1993 വരെ വീണ്ടും സിംഗിൾ മെമ്പർ ആവുകയും ചെയ്തു. അതായത് ഒരു ചീഫ് ഇലക്ഷൻ ആദ്യത്തെ സ്റ്റേജ് പോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമായി. അതിനുശേഷം 1993 തൊട്ട് ഇന്ന് വരെ മൾട്ടി മെമ്പർ ബോഡിയാണ്. അതായത് 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് കാണും. ഒരാള് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ബാക്കി 2 പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സും. ദ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 1991 ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും പവേഴ്സ് അല്ലെ അവർക്ക് കിട്ടുന്ന സാലറി അലവൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിക്ക് കിട്ടുന്ന അതേ പവേഴ്സും സാലറീസും അലവൻസും ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഏത് അഭിപ്രായത്തെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സർവീസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ. അതായത് 6 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ കമ്മീഷണേഴ്സിന് 65 വയസ്സാവുകയാണെങ്കിൽ അവരുടെ സർവീസിന്റെ കാലാവധി തീരും. അതാണ് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് ആണെന്നും അവരുടെ സർവീസിന്റെ കാലാവധി നിശ്ചയിക്കുന്നതും പ്രസിഡന്റ് ആണ്. അതോടൊപ്പം ഒരു സുപ്രീം കോർട്ട് ജഡ്ജിക്ക് കിട്ടുന്ന അതേ പവേഴ്സും സാലറിയും അലവൻസും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും ഇലക്ഷൻ കമ്മീഷണേഴ്സിനും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇതിലേക്ക് ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 2015 ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോർട്ടിൽ ചെല്ലുകയാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള ഒരു തീരുമാനമാണോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോട് ചായ്വുള്ള ആളായിരിക്കില്ലേ, അതൊരു ഫെയർ ആയ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ട് ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോർട്ടിൽ ചെല്ലുകയാണ്. 2023 മാർച്ചിൽ സുപ്രീം കോർട്ട് വിധി പറഞ്ഞു. അതിൽ പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ പോലുള്ളൊരു ഡെമോക്രസിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്.
നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്പാൽ ഇവയിലോട്ടൊക്കെ ഒരു ഹെഡിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷനിലേക്ക് കമ്മീഷണേഴ്സിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിക്കോട്ടെ അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു മെക്കാനിസം വേണം എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് അടങ്ങിയ സമിതി ചീഫ് കമ്മീഷണറെയും കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കേണ്ടവരുടെ പേര് പ്രസിഡന്റിന് നിർദ്ദേശിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുന്നതുവരെ ഈ സംവിധാനം തുടരുമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഗവൺമെന്റ് പുതിയ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൽ സെക്രട്ടറിക്ക് തുല്യമായ പദവിയിലുള്ള തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് അറിവും അനുഭവ സമ്പത്തുമുള്ള സുതാര്യമായ പശ്ചാത്തലമുള്ള വ്യക്തിയെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായും നിയമിക്കാമെന്ന് ഈ ബില്ല് പറയുന്നു. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവ് അടങ്ങിയ 3 അംഗ സമിതിയായിരിക്കും നിയമിക്കേണ്ടവരുടെ പേര് പ്രസിഡന്റിന് നിർദ്ദേശിക്കുക. കമ്മിറ്റി മെമ്പേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് മജോറിറ്റി വഴി തീരുമാനമെടുക്കാമെന്നും ബില്ല് പറയുന്നു. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചും ബില്ലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും സുപ്രീം കോടതിയുടെ വിധിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അംഗം കൂടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാകണം. പക്ഷെ പുതിയ ബില്ലിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ല. അതിന് പകരം യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്ക് തുല്യമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ ബില്ല് പ്രകാരം അതൊരു ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ സാലറിക്ക് മാത്രം തുല്യമാണെന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രാധാന്യം കുറഞ്ഞതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പഴയ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നിന്ന് കൂടുതൽ സുതാര്യവും നിഷ്പക്ഷവുമായ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയാണ് പൊതുതാൽപര്യ ഹർജി കോടതിയിൽ നൽകിയതും അതേ തുടർന്ന് സുപ്രീം കോടതി ഹർജി ശരിവെച്ചുകൊണ്ട് വിധിയിറക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ ബില്ല് പ്രകാരം പഴയ രീതി തന്നെ പരോക്ഷത്തിൽ പിന്തുടരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രസിഡന്റിന് താല്പര്യമുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നതും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടെ ചേർന്ന് ഇലക്ഷൻ കമ്മീഷനാകാൻ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ രാജിവെച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി തിരഞ്ഞെടുത്ത ക്യാബിനറ്റ് മിനിസ്റ്ററായ അമിത് ഷായും കോൺഗ്രസ് ലീഡറായ ആദിർ രഞ്ജൻ ചൗധരിയും പാനൽ രൂപീകരിച്ച് ഗണേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരെ ഇലക്ഷൻ കമ്മീഷണേഴ്സായി തിരഞ്ഞെടുത്തു. എന്നാൽ കോൺഗ്രസ് ലീഡറായ ആദിർ രഞ്ജൻ ചൗധരി ഡിസന്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപെയാണ് സെലക്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് നൽകിയതെന്നും വിശദമായി പഠിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞായിരുന്നു ഡിസന്റ്. എന്നാലും മജോറിറ്റി അഭിപ്രായം സ്വീകരിച്ച് സെലക്ട് ചെയ്ത ആൾക്കാരെ പ്രസിഡന്റിന് നാമനിർദ്ദേശം നൽകുകയും പ്രസിഡന്റ് തിരഞ്ഞെടുക്കുകയുമായിരുന്നു. നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഗണേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.